ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷുവിനുള്ള പ്രധാന തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള വിഷുക്കട്ടയായിട്ടാണ്. നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഭാഗത്താണ് കൂടുതൽ വിഷുക്കട്ട ഉണ്ടാക്കുന്നത്. മറ്റുള്ളവരത്തൊക്കെ വിഷുക്കഞ്ഞിയൊക്കെയാണ് പാലക്കാട് വശത്തൊക്കെ വരുമ്പോൾ. അപ്പം നമ്മളെങ്ങനെ തൃശ്ശൂർക്കാർ വിഷുക്കട്ട ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ബ്രൗൺ റൈസ് ഉണക്കലരി വാഷ് ചെയ്ത് 20 മിനിറ്റ് കുതിരാൻ വയ്ക്കുക. ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിൽ 1-ാം പാലും 8 ഗ്ലാസ് 2-ാം പാലും എടുത്തു വയ്ക്കുക. 1 ഗ്ലാസ് 1-ാം പാലും 8 ഗ്ലാസ് 2-ാം പാലും എടുത്തു വയ്ക്കുക. ഇനി അതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം അടുപ്പ് കത്തിക്കുക. അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈവിടാതെ ഇളക്കിയിട്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ 2-ാം പാല് പിരിഞ്ഞ് ഒരു ലൈറ്റായിട്ട് കട്ട പോലെ പിരിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വരാതിരിക്കാനാണ് നന്നായി കൈവിടാതെ ഇളക്കാൻ പറഞ്ഞത്. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉണക്കലരി ചേർത്ത് കൊടുക്കാം. ഉണക്കലരി ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, പച്ചരി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഉണക്കലരി ചേർത്തിട്ട് നന്നായി തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അപ്പോൾ അത് നമ്മുടെ ചോറൊക്കെ വെന്ത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു 75% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ 1-ാം പാൽ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ 1-ാം പാല് 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നത് ആ ഗ്ലാസ്സിൽ തന്നെ പാലും അളക്കാൻ നോക്കുക. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വെള്ളമായില്ലേ. അപ്പോൾ നമ്മുടെ 75% അരി വെന്തത് ഇനി 1-ാം പാലിൽ കിടന്നിട്ട് 100% അരി നന്നായി കുറുകി വേവണം. ഇനി നമ്മൾ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം. ഇത് ആവശ്യമുള്ളവർക്ക് ചെയ്താൽ മാത്രം മതി. കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റണമെന്നാണ്. എന്നിട്ട് ആ പാത്രം വെച്ചിരിക്കുന്ന അടുപ്പ് ഓണാക്കുക. നമ്മളപ്പോൾ 2 പാത്രത്തിലാണ് വിഷുക്കട്ടി ഉണ്ടാക്കുന്നത്. 2 പാത്രത്തിൽ സെയിം ഇൻഗ്രീഡിയൻസാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2-ാമതായി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. പൊടിച്ച ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി രണ്ടും നന്നായി വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ വിഷുക്കട്ട മധുരമുള്ളതും മധുരമില്ലാത്തതാണ് ചെയ്യണത്. അപ്പോൾ മധുരമില്ലാത്തതിലേക്ക് 1 ടീസ്പൂൺ കൂടി ജീരകം തൂള് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ 2 വിഷുക്കട്ടകളും റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല മധുരമുള്ള വിഷുക്കട്ടയും കഴിക്കാം. അല്ലാത്തവർക്ക് സാധാ വിഷുക്കട്ട കൂടി ശർക്കരപ്പാനി ഒഴിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷുക്കട്ടയുടെ ആ ഇത് നന്നായി കട്ട പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെളിച്ചെണ്ണ വെറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആദ്യം നമുക്ക് മധുരമുള്ളത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മിനുസായിട്ട് വരും. കണ്ട. അപ്പം ഇനി ഇത് ചൂടാറട്ടെ. ഇനി നമുക്ക് ഇത് കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ വിഷുക്കട്ടയാണ്, മധുരമുള്ള വിഷുക്കട്ട. അപ്പോൾ നമുക്കിനി സാധാ വിഷുക്കട്ട എങ്ങനെയാണ് അതേപോലെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് കണ്ട ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് വരും. ഇനി അതുപോലെ തന്നെ സാധാ നമുക്ക് ഒറിജിനൽ വിഷുക്കട്ടി ഉണ്ടല്ലോ, നമ്മളെ കുട്ടികൾക്കല്ലാണ്ട് മറ്റുള്ളവർക്കൊക്കെ വയ്ക്കുന്നത്, അതും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തട്ടി ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം നല്ലൊന്ന് മിനുസാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വിഷുക്കട്ട
റെഡി. നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് മാത്രമാട്ടാ ഇങ്ങനെ വിഷുക്കട്ട കട്ടയായിട്ട് ഉണ്ടാക്കണത്. അല്ലാത്തടത്ത് ഈ പാലക്കാടൊക്കെ വശത്ത് വരുമ്പോൾ ഇത് വിഷുക്കഞ്ഞിയായിട്ട് വരും. ഇങ്ങനെയും കഴിക്കാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നമ്മുടെ വിഷുക്കട്ടയൊക്കെ നന്നായി ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് നോക്കാം. നന്നായി ചൂടാറി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നമ്മൾ കത്തി വെച്ച് കട്ട് ചെയ്യാണ്. എനിക്ക് ഈ വിഷുക്കട്ട എന്ന് പറയുമ്പോൾ ഈ വിഷുക്കട്ട ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം എല്ലാ വിഷുവിനും കല്യാണത്തിന് മുന്നേ വരെ എല്ലാ വിഷുവിനും വീട്ടിൽ അമ്മയാണ് വിഷുക്കട്ട ഉണ്ടാക്കണേ. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായാലും അമ്മ വിഷുവിൻ്റെ അന്ന് വിഷുക്കട്ട ഉണ്ടാക്കിയിരിക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആ വിഷുക്കട്ട കഴിക്കാനായിട്ട് മാത്രം കാലത്ത് തന്നെ എനിക്ക് അമ്പലത്തിൽ പോയി വരും. എന്നിട്ട് അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതൊരു പ്രത്യേക രുചിയാണ്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വായിലിട്ട് ഈ വിഷുക്കട്ട വായിലിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അമ്മേനെ ഓർമ്മ ശരിക്കും വന്നത്. കണ്ടില്ലേ, നന്നായി കട്ട പിടിച്ച് വന്നിട്ടുണ്ട്. അമ്മയാണ് ഇതുപോലെ മധുരമുള്ള വിഷുക്കട്ടയും ഇതുപോലെ സാധാ വിഷുക്കട്ടയും ഉണ്ടാക്കാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് അമ്മയെ. അപ്പം ഞാൻ അതൊരു ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാരണം തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത അരിയാണ്. അതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങാപ്പാൽ, ഉണക്കലരി, കുറച്ച് ഉപ്പ്, ജീരകത്തിൻ്റെ പൊടി, ഇത്രയേ ഉള്ളൂ. ഇതിലാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ശർക്കര പൊടിച്ചത്. ശർക്കരയാണ് നമ്മൾ, പഞ്ചസാരയല്ല, ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല അടിപൊളിയാണ്. അടുത്ത വിഷുവിന്, ഇനി വരുന്ന വിഷുവിന് ഇതുപോലെ 2 തരത്തിലുള്ള വിഷുക്കട്ടയും വീട്ടിലുണ്ടാക്കാൻ നോക്കാം. ഒന്ന് മധുരമുള്ളതും ഒന്ന് മധുരമില്ലാത്തതും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മധുരമുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ശർക്കര കാരണം ആർക്കായാലും കുഴപ്പമില്ല. ഷുഗറുള്ള ആൾക്കാർക്ക് വരെ ഇത് കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. എല്ലാവരും ഇതുണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ആദിലക്ഷ്മി കിച്ചൺ വേഡ് എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാ ഫ്രണ്ട്സിനോടും പറയണം. ഓക്കെ, നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പം എല്ലാവർക്കും എൻ്റെ വിഷു ദിന ആശംസകൾ. Thank you for watching my kitchen bed. Thank you. Bye bye.